ഹലോ നീറ്റ് ആസ്പിരൻസ്. നീറ്റ് 2026 എക്സാമിനേഷനും കഴിഞ്ഞ് അതിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീ ഒക്കെ പബ്ലിഷ് ആയതിനു ശേഷം റിസൾട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് വളരെ വിഷമത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം നീറ്റ് 2024 സെയിം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ സുപ്രീം കോർട്ട് വിധി വന്നിട്ടുള്ളത് ചെറിയ ഭാഗത്ത് മാത്രമേ സ്പ്രെഡ് നടന്നിട്ടുള്ളൂ, അതായത് പേപ്പർ ലീക്ക് ആയിട്ടുള്ളൂ. അതുകൊണ്ട് റീനീറ്റ് പോസിബിൾ അല്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. ഈ വർഷവും നമ്മൾ അത് തന്നെ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹരിയാന, രാജസ്ഥാനിൽ മാത്രമല്ല ബാക്കി 4ഓളം സംസ്ഥാനത്ത് 4 സ്റ്റേറ്റിൽ ഈ കാര്യങ്ങൾ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ 140 മുകളിലുള്ള ചോദ്യങ്ങൾ ലീക്കായിട്ടുണ്ട്. സോ അതിൻ്റെ പേരിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നു, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണുകയുണ്ടായി. NTA റീനീറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യം. അവിടെ ഈ ഒരു സാഹചര്യത്തിൽ 23 ലക്ഷം കുട്ടികൾ എഴുതിയ ഈ നീറ്റ് എക്സാമിന് ആ കുട്ടികളോട് NTA ആൻസറബിൾ അല്ലേ? കാരണം ഒരു വർഷം മാറ്റി വെച്ചിട്ട് 2 വർഷം മാറ്റി വെച്ച് പഠിച്ച കുട്ടികളൊക്കെ അതിലുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യവും നമ്മൾ കടന്നു പോയേ പറ്റുള്ളൂ. ഏതൊരു സിറ്റുവേഷനും നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിജയം അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഈ സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ, അതായത് ഒരുപാട് കൺഫ്യൂഷനാണ്. ഒന്നാമത്തത്, ഈ നീറ്റ് എക്സാം ഏത് സമയത്താണ്, അല്ലെ റീനീറ്റ് എക്സാം അല്ലെങ്കിൽ ഈ എക്സാമിനേഷൻ ഏത് സമയത്ത് നമുക്ക് നടക്കാൻ പോകുന്നുണ്ടാവുക? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓഫ്ലൈൻ എക്സാം അല്ലേ നീറ്റ് എക്സാം. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ പ്രിൻ്റ് അടിച്ച് വരാനുള്ളൊരു സമയം ഉണ്ടാവും. ഓരോ കുട്ടികൾക്കും സെൻറ്റേഴ്സ് അലോക്കേഷന് സമയമെടുക്കും. അപ്പോൾ മിനിമം ഒരു 25 ഡേയ്സ് നമുക്ക് എന്തായാലും നമുക്ക് മുന്നിൽ കാണണം. അപ്പോൾ ഏകദേശം ഒരു 1.5 മാസത്തിൻ്റെ അടുത്ത് വരെ അത് നീങ്ങാം. അപ്പോൾ ഈ ഒരു 1.5 മാസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവസാനം 1 മാസം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്തത് അതുപോലെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. ഫോർമുലാസും കാര്യങ്ങളും ഒരുപാട് എക്സാം ടെസ്റ്റ് സീരീസുമായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്ത കുട്ടികളല്ലടാ. അത് എങ്ങനെയാണോ ഒരു നീറ്റ് എക്സാമിനേഷൻ്റെ ലാസ്റ്റ് 1 മന്ത് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. സോ ഇനി കൺഫ്യൂഷന് കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ തുടങ്ങിയേ പറ്റുള്ളൂ. ഈ സാഹചര്യത്തിനെ നമ്മൾ മറികടന്നേ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് നമ്മൾ ആ ഒരു ആഗ്രഹത്തിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. സൈലം ഹോൾ ടീം നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾ ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യമില്ല. പ്രിപ്പറേഷൻ നമുക്ക് അടുത്തത് തുടങ്ങണമെങ്കിൽ അടുത്തത് തുടങ്ങിയേ പറ്റുള്ളൂ. അത് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് മറികടക്കാൻ പറ്റണം എന്നുള്ളതാണ്. എന്ത് സഹായത്തിനും സൈലം നിങ്ങളെ കൂടെയുണ്ട്. നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട്, ഈ ചാനലിലൂടെ തന്നെ ഒരുപാട് ലൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് തന്നതാണ്. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. എക്സാമിൻ്റെ ആ ഒരു ദിവസം വരെ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. സോ ആ ഒരു കാര്യം കൂടി എൻ്റെ മക്കൾ മനസ്സിലാക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. പാനിക് ആവേണ്ട ആവശ്യമില്ല. ഓൾ ദി ബെസ്റ്റ് മക്കൾസ്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം.